السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم السلام على سيدنا محمد أفضل المرسلين وعلى آله وأصحابه أجمعين والتابعين ومن تبعهم بإحسان إلى يوم الدين. ربنا عليك توكلنا وإليك أنبنا وإليك المصير. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നാം ഉള്ളത്. ആ മാസം അവസാന ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പുള്ള മാസത്തെയും ശേഷമുള്ള മാസത്തെയും പോലെയല്ല റജബ് മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ 4 മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് റജബ് മാസം. അത് ഇതാ നമ്മോട് വിട പറയാൻ അടുത്തിരിക്കുന്നു. ഇനി അത് വിട പറഞ്ഞാൽ അടുത്ത വർഷമാണ് നമ്മിലേക്ക് തിരിച്ചെത്തുക. നമ്മൾക്ക് ആ സമയം വരെ ആയുസ്സുണ്ടാകുമോ, നാം ഈ ഭൂലോകത്തുണ്ടാകുമോ എന്നൊന്നും പറയാൻ ഒരു ഗ്യാരണ്ടിയും നമുക്കാർക്കുമില്ല. അതുകൊണ്ട് വീണ് കിട്ടിയ അവസരങ്ങൾ മുതലാക്കണം. ആഖിറത്തിലേക്ക് സമ്പാദ്യം കൂട്ടണം. മരണശേഷമുള്ള ജീവിതം, അതാണല്ലോ യഥാർത്ഥ ജീവിതം. ഇന്നദ്ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് പരിശുദ്ധ ഖുർആനിൽ. അവസാന വീടാണ്, പാരത്രിക ജീവിതമാണ് യഥാർത്ഥ ജീവിതം അവർക്കറിയുമെങ്കിൽ എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിച്ചതാണ്. അതാണ് യഥാർത്ഥ ജീവിതം. ആ ജീവിതത്തിൽ നമുക്ക് സുഖം ലഭിക്കണമെങ്കിൽ ഈ ജീവിതത്തിൽ നാം വിട പറയുന്നതിന് മുമ്പായി അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഈ മാസം കടന്നതിൻ്റെ ശേഷം എന്താണ് അതിനു വേണ്ടി നമ്മൾ ചെയ്തത് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇതുവരെ ചെയ്തതല്ലാതെ എന്തെങ്കിലും പ്രത്യേകം വല്ലതും ചെയ്തോ? ഇല്ല എന്നായിരിക്കും മറുപടി. എന്നാൽ പിന്നെ ഇത് പവിത്രതയാക്കി വെച്ചതിൻ്റെ കാര്യമെന്താണ്? എന്തിനാണ് ഇത്രയും പവിത്രതയുള്ള മാസങ്ങളും ദിവസങ്ങളൊക്കെ നമുക്ക് അള്ളാഹു തരുന്നത്? അതിൻ്റെ ലക്ഷ്യം എന്താ? റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പം ആ ലക്ഷ്യം നമ്മൾ സാധിപ്പിച്ചെടുത്തില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മാസത്തിൽ ചെയ്യുന്ന നന്മകൾക്ക് അധികരിച്ച പ്രതിഫലമുണ്ട്. ശിക്ഷ, തെറ്റുകൾ ചെയ്താൽ ശിക്ഷ കൂടുതലാണ്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ നമ്മൾ ജീവിതത്തിലേക്ക് അത്തരം കാര്യങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തും തൗബ ചെയ്തും ഇസ്തിഗ്ഫാർ ചെയ്തുമെല്ലാം നമ്മൾ ഈ മാസത്തിൽ ഇനി ബാക്കിയുള്ള ദിവസമെങ്കിലും ധന്യമാക്കണമെന്ന് ഉണർത്തിക്കൊണ്ട്, ഈ മാസത്തിലെ പ്രത്യേകത എന്താണ്? ഇതൊരു പ്രത്യേക സംഭവം നടന്നിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. അറിയാത്തവരാരുമില്ല.
ഇസ്റാവ് മെഹറാജ് എന്ന് പറഞ്ഞ സംഭവം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റബ്ബ് ആദരിച്ച് നൽകിയതാണ്. അത്ഭുത സംഭവമാണ്, ഒരു അത്ഭുത യാത്രയാണ്. സാധാരണ യാത്രയുമായി അത് കമ്പയർ ചെയ്യാൻ പറ്റിയതല്ല. കാരണം അസാധാരണയാവുമ്പോൾ എല്ലാം അസാധാരണ തന്നെയായിരിക്കും. നമ്മളെ സാധാരണ ബുദ്ധിക്ക് കൊണ്ട് അളന്നു നോക്കാൻ പറ്റുന്നതാവില്ല. അതിനാണല്ലോ അസാധാരണം എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു യാത്രയെപ്പറ്റി പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അത് അംഗീകരിച്ചേ പറ്റൂ. തീർച്ചയായും സൂറത്തുൽ ഇസ്റാ എന്ന് പറഞ്ഞൊരു സൂറത്ത് തന്നെ പരിശുദ്ധ ഖുർആനിലുണ്ട്. ആ സൂറത്തിൻ്റെ ആദ്യ ഭാഗം തന്നെ പ്രതിപാദിക്കുന്നത് ഇസ്രായിനെ സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ സൂറത്തുൻ നജ്മിൽ മെഹറാജിനെ സംബന്ധിച്ചുള്ള സൂചനകളുമുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഇസ്റാ മെഹറാജ് എന്ന് പറയുന്നത്. എത്രയോ ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേപ്പറ്റി പറഞ്ഞിട്ടുമുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിച്ചേ പറ്റൂ. അങ്ങനൊരു യാത്ര, വാനലോകത്തേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബാണല്ലോ. ആ അള്ളാഹുവിൻ്റെ ഹബീബായ നബിയെ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിച്ചു. അവൻ്റെ ലിഖാഇനെ കാണിച്ചു കൊടുത്ത സംഭവമാണ് അതിലൂടെ സാധ്യമാക്കിയത്. ചുരുക്കം അതിലേക്ക് ചില വിഷയങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സുദീർഘമായി ഞാൻ മുമ്പൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന് ഞാൻ മുതിരുന്നില്ല. ചുരുക്കരൂപത്തിൽ ഇസ്റാ മെഹറാജിനെ സംബന്ധിച്ച് അല്പം വിശദീകരിക്കുക കുറച്ച് വോയിസുകളിലായിട്ട് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഈ ഒരൊറ്റ ആയത്ത് അതിലുണ്ട് ഇസ്റാ. അതിൽ നിന്നൊരുപാട് പാഠങ്ങൾ ഈ ആയത്തിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. സാധാരണ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഹംദ് കൊണ്ട് തുടങ്ങിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയാറുള്ളത്. അൽഹംദുലില്ലാഹില്ലദീ നസ്സല അലാ അബ്ദിഹിൽ കിതാബ എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളാണ് ഹംദ് കൊണ്ട് തുടങ്ങിയിട്ട് കാണാം. ഇവിടെ അതല്ല ഉപയോഗിച്ചത്, സുബ്ഹാനയാണ്. സുബ്ഹാനയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇവിടെ സുബ്ഹാന കൊണ്ടാണ് തുടങ്ങിയത്. അതിൻ്റെ കാരണം ഈ സംഭവം അത്ഭുതമാണ്. ഇസ്റാ അത്ഭുത സംഭവമാണ്. ഇവിടെ ഒരു അത്ഭുതം കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. അറബികൾക്ക് അങ്ങനെ ഉണ്ട്. അത്ഭുതമായ കാര്യം പറയുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ സുബ്ഹാനല്ലാഹ് എന്ന് പറയും. അപ്പോൾ ആ അത്ഭുതത്തിന് മേൽ അറിയിക്കുന്ന പദമാണ് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അവനെത്ര പരിശുദ്ധനാണ്. അങ്ങനത്തെ അല്ലാഹു അസ്റാ ബിഅബ്ദിഹി
അവൻ്റെ അടിമയെ അവൻ രാപ്രയാണം ചെയ്യിപ്പിച്ചു, രാത്രി നടത്തിച്ചു, രാത്രി യാത്ര ചെയ്യിപ്പിച്ചു. ലൈലൻ, രാത്രിയിൽ നിന്നൊരൽപ്പസമയം. അസ്ര എന്ന പദത്തിന് തന്നെ രാത്രി പോയി, രാത്രി യാത്ര ചെയ്തു എന്നൊക്കെ അർത്ഥമുണ്ട്. അതിൻ്റെ പുറമെ പിന്നെ ലൈലൻ എന്നുകൂടി പറഞ്ഞതിൻ്റെ ഉദ്ദേശം രാത്രി മുഴുവനൊന്നുമില്ല, രാത്രിയിൽ കുറച്ച് സമയം കൊണ്ടാണ് ആ യാത്ര ഉണ്ടായത് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ലൈലൻ എന്ന പ്രയോഗം പ്രയോഗിച്ചത് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എവിടെ നിന്നാണ് ഇസ്രാ ചെയ്യിപ്പിച്ചത്? മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് എവിടേക്ക്? ഇലൽ മസ്ജിദിൽ അഖ്സ, മക്കയിലുള്ള മസ്ജിദുൽ ഹറാം, അവിടെ നിന്ന് എവിടേക്ക്? ഇലൽ മസ്ജിദിൽ അഖ്സ, അങ്ങേയറ്റത്തെ പള്ളി, ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്കാണ് പാരായണം ചെയ്യിപ്പിച്ചത്. ഇവിടുന്ന് യാത്ര ചെയ്യിപ്പിച്ചത്, രാപ്രയാണം ചെയ്യിപ്പിച്ചത്. ഇപ്പം പള്ളിയിൽ നിന്ന് പള്ളിയിലേക്കാണ്. പള്ളികൾ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണല്ലോ. അള്ളാഹിൻ്റെ ദുനിയാവിൽ വെച്ച് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഭൂമിയിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാണ്. മസാജിദുഹ അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, നാടുകളിൽ വെച്ച് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവൻ്റെ പള്ളികളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പള്ളി, അത് ഏറ്റവും പ്രധാനപ്പെട്ട പള്ളി, ഒന്നാം ഗ്രേഡ് മസ്ജിദുൽ ഹറാം തന്നെയാണ്. അക്കാലഘട്ടത്തിൽ രണ്ടാം ഗ്രേഡ് മസ്ജിദുൽ അഖ്സയുമാണ്. കാരണം അക്കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞത് അന്ന് മസ്ജിദ് നബവി ഉണ്ടായിട്ടില്ല, അതിന് മുമ്പാണല്ലോ ഈ സംഭവം. ഹിജറ പോകുന്നതിന് മുമ്പാണല്ലോ ഈ സംഭവമൊക്കെ നടക്കുന്നത്. അപ്പോൾ അന്ന് മസ്ജിദ് നബവി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അന്ന് രണ്ടാം ഗ്രേഡ് പള്ളി മസ്ജിദുൽ അഖ്സയാണ്. അപ്പോൾ ഒന്നാം ഗ്രേഡ് പള്ളിയിൽ നിന്ന് രണ്ടാം ഗ്രേഡ് പള്ളിയിലേക്ക് രാപ്രയാണം ചെയ്യിപ്പിച്ചു. പിന്നെ അതിന് ശേഷം പറയുന്നത് നുരിയഹു മിൻ ആയാത്തിന, എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ പ്രധാന ലക്ഷ്യം എൻ്റെ ദൃഷ്ടാന്തങ്ങൾ ആ ഹബീബിന നബിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കുദറത്തിൻ്റെ മേൽ അറിയിക്കുന്ന പല ദൃഷ്ടാന്തങ്ങളും കാഴ്ചകളും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നടത്തിച്ചത് എന്ന് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. ഇൻഷാ അള്ളാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലിപ്പിൽ കേൾക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും ഒരു സാലിഹായ അമലാക്കി കബൂലാക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഈ പരിശുദ്ധമായ റജബ് മാസം വിട പറയാൻ പോകുന്നു. റബ്ബേ, ഈ മാസത്തിൽ അമലുസ്സാലിഹ് വർദ്ധിപ്പിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണേ അള്ളാഹ്. ഈ മാസത്തിൽ എന്തൊക്കെ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടോ അതൊക്കെ റബ്ബേ ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകണേ അള്ളാഹ്. റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾക്കും എൻ്റെ പൊരുത്തത്തിലായുള്ള ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അള്ളാഹ്. അവർക്കും ഞങ്ങൾക്കും മരണം ഖൈറാകുന്ന സമയത്ത് കെലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അള്ളാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. മാതാപിതാക്കൾ, സഹോദരിമാർ, മറ്റു ബന്ധുമിത്രാദികൾ. റബ്ബേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അള്ളാഹ്. അവരെല്ലാവരുടെയും ബർസഖിയ ജീവിതം സന്തോഷത്തിലാക്കണേ അള്ളാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട്. റബ്ബേ, നീ സുഖപ്പെടുത്തണേ അള്ളാഹ്, നീ സുഖപ്പെടുത്തണേ അള്ളാഹ്, നീ സുഖപ്പെടുത്തണേ അള്ളാഹ്. ഷാഫിയായ റബ്ബേ, നീ സുഖപ്പെടുത്തണേ അള്ളാഹ്. റഹ്മാനായ റബ്ബേ, മാരകമായ രോഗങ്ങളെ തൊട്ട് അവരും ഞങ്ങളെയും കാത്തു രക്ഷിക്കണേ അള്ളാഹ്. എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും പൊറുക്കണേ അള്ളാഹ്.
اللهم بارك لنا في رجب وفي شعبان وبلغنا رمضان آمين برحمتك يا أرحم الراحمين. صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.